നിങ്ങൾ 333 അതായത് 33 എന്നുള്ള നമ്പർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കാണാറുണ്ടോ? അങ്ങനെ കാണാറുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. പ്രപഞ്ചം തരുന്ന ഒരു വലിയൊരു സൂചനയാണ് 333 അതായത് 33 എന്നുള്ളത്. ആ നമ്പർ കണ്ട ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ചാൻസ്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എന്താ പറയുക അടിയാണ് കിട്ടാൻ പോണം. തീരാ ദുഃഖമായിരിക്കും. അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ ഇട്ടതിൽ 2300 പേരോളം എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും, ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല താങ്ക്സ്. ഇനിയും ഈ വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം, അതേപോലെ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 333 കുറിച്ചാണ്. അതായത് സീക്രട്ട് ആയ ഒരു നമ്പറാണ് 333, അതായത് 33 എന്നുള്ളത്. 33ന്റെ അർത്ഥം ചിലവർക്ക് അറിയില്ല, മിക്ക പേർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്ന, അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരണം. അപ്പോൾ 3ന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളാണ്. ഈശ്വരൻ, വിഷ്ണു, ബ്രഹ്മാവ്. അപ്പൊ ഇതാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. മഹേശ്വരൻ, വിഷ്ണു, ബ്രഹ്മാവാണ് ത്രിമൂർത്തി. അതുപോലെ തന്നെ ത്രിശക്തികൾ, ലക്ഷ്മി ദേവി, സരസ്വതി, പാർവതി, ത്രിശക്തികളാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇത് ത്രിമൂർത്തികളാണ്. അപ്പൊ ഇവരിന്റെ ഈ നമ്പേഴ്സ് ഇവരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവരിന്റെ ശക്തികളാണ് 333 എന്നുകൊണ്ട് നമ്മ സൂചിപ്പിക്കല്ല, നമ്മുടെ ഐതിഹ്യം അതാണ്. അപ്പോൾ ആ നമ്പർ ഈ 6 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 3യില് ഇവരും ത്രിമൂർത്തികളും ത്രിശക്തികളും ഉണ്ട്. പ്രപഞ്ചം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സും ശരീരവും, ശരീരം, മനുഷ്യന്റെ ആത്മാവ്, മനസ്സ്, ശരീരം, ഇത് മൂന്നും നമ്മുടെ ഈ നമ്പേഴ്സ് അതായത് 333 കൊണ്ട് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും അതേപോലെ മനസ്സിനും നന്നായി പ്രതികരിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ്, ശരീരം, അതേപോലെ ആത്മാവ്, ഇത് മൂന്നും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഈ നമ്പർ നന്നായി പ്രതികരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വീഡിയോ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിത് എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാം അല്ലേ. അപ്പൊ 333 അതായത് നിങ്ങളുടെ ഏത് ആഗ്രഹവും, നടക്കാത്ത ആഗ്രഹവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രിശക്തികളും ത്രിമൂർത്തികളും കൂടി നടത്തിത്തരും. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പറയല്ല, എല്ലാവർക്കും ഈ അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. തള്ളിക്കളഞ്ഞവരിനെ പിന്നെ പണ്ട് കാര്യമില്ല, അവര് വേണ്ടാന്ന് വലിച്ചിട്ട് പോയവരിനെ പണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് പല ആൾക്കാർക്കും ഈ അനുഭവം കിട്ടിയതാണ്. കാരണം അത്ര ശക്തിയുള്ള നമ്പേഴ്സാണ് ത്രിശക്തികൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. അനുഗ്രഹം വാരിക്കോരി ചൊരിയും. അവരിനെ വിശ്വസിക്കുന്നവര് വാരിക്കോരി ത്രിമൂർത്തികളും ത്രിശക്തികളും കൂടി നമുക്ക് അനുഗ്രഹം തരും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്, അതാണ്. അപ്പൊ ആ 333 എങ്ങനെ എഴുതണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ ആദ്യം തന്നെ ഈ എന്താ പറയുക, ഒരിക്കലും നടക്കാത്ത ആഗ്രഹം, എത്ര ശ്രമിച്ചിട്ട്, എത്ര നമ്പേഴ്സ് എഴുതിയിട്ടും, എത്ര പരിശ്രമിച്ചിട്ടും ഒരിക്കലും നടക്കാത്തൊരാഗ്രഹം നമ്മ മനസ്സിൽ നന്നായി വിചാരിച്ചതിന് ശേഷം ഒരു ബ്ലൂ പേന, നീലമഷി പേന എടുത്തതിന് ശേഷം നമ്മുടെ കൈ, ഇടത് കയ്യിൽ ഇതുപോലെ ഉള്ളം കയ്യിൽ തന്നെ വേണം കേട്ടോ. ഈ ഉള്ളം കയ്യിൽ ഇങ്ങനെ എഴുതുക, 333 എന്ന് എഴുതുക. ഈ എഴുതുമ്പോൾ നമ്മുടെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത്, നടക്കാത്ത ചെറിയ ആഗ്രഹം, ഒരുവിധം കുഴപ്പമില്ലാത്ത ആഗ്രഹം നമ്മ എന്താ പറയുക വിചാരിച്ചിട്ട് എഴുതുക. ആ ഒരു ആഗ്രഹം മാത്രം നമ്മുടെ മനസ്സിൽ പറ്റുള്ളൂ. എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായി ആഗ്രഹം ഉണ്ടായിരിക്കണം. അത് എഴുതിയതിന് ശേഷം മനസ്സിൽ വിചാരിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ ഈ നെഞ്ചത്ത്, ഈ കൈവിരല് നേരെ ഈ നെഞ്ചത്ത് കൊണ്ടുപോകും. നമ്മൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം 333 എന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ ആഗ്രഹം മനസ്സിലുണ്ടാവുമല്ലോ, അത് എഴുതിയതിന് ശേഷം നേരെ ഈ കൈവിരല് നമ്മുടെ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ഓം നമ ശിവായ എന്ന് ഒരു തവണ നമ്മൾ പറയാം. എത്ര തവണ? ഒരേ ഒരു തവണ പറഞ്ഞാൽ മതി, വേറെ കൂടുതലൊന്നും പറയണ്ട. അപ്പൊ ഈ ഒരു തവണ നമ്മൾ പറയാം. ഇത് നമ്മൾ ചെയ്യേണ്ടത്
11 ദിവസം ചെയ്യണം. കൃത്യമായി 11 ദിവസം ചെയ്യണം. അത് ഏത് ടൈമിൽ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. രാവിലെ വേണമെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഏത് ടൈം കുഴപ്പമില്ല. അതിന് പത്തിങ്കളോ അല്ലാതെ ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യൻസിനോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടപ്പോൾ ഒരു ക്രിസ്ത്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരു ചേച്ചി ക്രിസ്ത്യൻസിന് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് പീരീഡ്സ് ആയവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ യാതൊരു ഇതിലൊരു പ്രോബ്ലവും ഇല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ഉറപ്പാണ്. ഈ 11 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം, നിങ്ങളുടെ ഈ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം എന്തായാലും നടന്നു കിട്ടും. അത് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ്, അത് ഞാൻ മെയിനായി ഞാൻ പറയാം, നടക്കില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്തിട്ട് നടക്കാതെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾ നടക്കും, എനിക്ക് നല്ല ഒരു വിശ്വാസം മനസ്സിൽ ഉണ്ടായിട്ട് വേണം ഈ പ്രവൃത്തി ചെയ്യാൻ. വെറുതെ ഒന്ന് ചെയ്തു നോക്കാം എന്താവും നമുക്ക്. അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് ഞാൻ അത് മുൻകൂട്ടി പറയാം, ഒരിക്കലും നടക്കില്ല കേട്ടോ. അപ്പോൾ ഈ ത്രിശക്തികളും ത്രിമൂർത്തികളും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ആ ആഗ്രഹം ഇങ്ങനെ ചെയ്തു 11 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പായാലും സാധിച്ചു തരും. ചിലവർക്ക് അത് വൈകും. അത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എന്താ പറയുക, മനസ്സിൽ ആത്മവിശ്വാസം, നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ആഗ്രഹം. വിശ്വസിച്ച് എനിക്ക് നടക്കും, ഈ ത്രിമൂർത്തികളും ത്രിശക്തികളും എൻ്റെ കൂടെ ഉണ്ട്, ഈ ആഗ്രഹം നടത്തി തരുന്നു കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കേ. ഈ 11 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അത് 100% ഉറപ്പാണ്. ഞാൻ ഇതെന്നാണെല്ലാം ഞാൻ പറയുന്നൊന്ന് ഇതൊന്ന് ചെയ്തു നോക്കിയേ. ഈ 11 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ത്രിശക്തികൾ, മഹാവിഷ്ണു, അതേപോലെ ബ്രഹ്മാവ്, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു, ബ്രഹ്മാവ്, മഹേശ്വരൻ, ഇവരും ഉണ്ടാവും നമ്മുടെ കൂടെ. അതേപോലെ തന്നെ ത്രിശക്തികൾ ലക്ഷ്മി ദേവി, പാർവതി, സരസ്വതി, ഇവര് നമ്മുടെ കൂടെ തന്നെ ഈ നമ്പർ എഴുതുമ്പോൾ തന്നെ ഉണ്ടാവും, ഉറപ്പാണ്. അതേപോലെ തന്നെ എഴുതുമ്പോൾ നമ്മ ഇങ്ങനെ എഴുതണം. മനസ്സിലൊരു ആഗ്രഹമേ പാടുള്ളൂ. അത് നമ്മ നന്നായി ഒന്ന് എഴുതുമ്പോൾ തന്നെ ദൈവമേ അത് നടന്ന് കിട്ടണേന്ന് പറഞ്ഞിട്ട് എഴുതണം. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ കൈനെ നേരെ നെഞ്ചിലോട്ട് ഒരിക്കൽ കൂടി പറയാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം 333 എന്ന് എഴുതിയ ശേഷം നീലമഷി കൊണ്ട് ഇങ്ങനെ നെഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ട് ഓം നമഃ ശിവായ എന്നൊരു തവണ പറയുക. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മ വിട്ടുകളയാം. പിന്നെ അതാലോചിച്ച് ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് വിട്ടുകളയാം. ആ ടോപ്പിക്കേ പിന്നെ വിടാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എപ്പോഴാണോ ചെയ്യുന്നത് പിറ്റേ ദിവസം ചെയ്താൽ മതി. അങ്ങനെ 11 ദിവസം ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നടക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി എന്താ പറയുക, അടുത്തൊരു യൂസ്ഫുൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത മെറിക്കൽ നമ്പറായിട്ട്, നല്ല മെറിക്കൽ നമ്പറാണ് ഈ 333. എന്തായാലും ഇത് ചെയ്തു നോക്കണം, വിശ്വാസത്തോടെ തന്നെ ചെയ്തു നോക്കണം. അപ്പം അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്. ഒന്ന് പറയാൻ മറന്നു, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതേപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ കമന്റ് ബോക്സിന്റെ താഴെ ഓം നമഃ ശിവായ എന്ന് എഴുതുക. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രം വരുള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.